ജോലി വെച്ച് മലബാർ ഭദ്രാസനത്തിൻ്റെ സൺഡേ സ്കൂളിൻ്റെ അമരക്കാരൻ ഏറ്റവും ആദരണീയനായ മാത്യു സാർ, ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി, സ്നേഹമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, മുടപ്പൈക ദേവാലയം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതൃ ഇടവകയ്ക്ക് തുല്യമായ ഒരു ഇടവകയാണ്. കാരണം ഈ ഇടവകയോട് ചേർന്നായിരുന്നു എൻ്റെ അമ്മ വീട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ചെറുപ്പകാലങ്ങളിൽ പഴയ പള്ളിയിൽ OBBS പഠിച്ചതും, ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, OBBS പഠിച്ചതും സൺഡേ സ്കൂളിൽ വന്നിട്ടുള്ളതും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മുടെ അനിലച്ചൻ ചെമ്മാസനായിട്ട് ഞങ്ങളെ OBBS പഠിപ്പിച്ചതുമൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടവക എനിക്ക് അന്യമല്ല എന്നുള്ളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്ന് നിൽക്കുന്നത്. അച്ഛനായി 10-15 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലേക്ക് ഒന്ന് കടന്നു വരും. അല്ലാതെ അനൗപചാരികമായിട്ട് പല പ്രാവശ്യങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ഒഫീഷ്യലായിട്ടൊരു പ്രോഗ്രാമിന് വിളിക്കുന്ന സമയം ഇതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സന്തോഷം മനസ്സിൽ തോന്നി. അച്ഛനെ വിളിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി. കാരണം ഞാനിപ്പോൾ താമസിക്കുന്നത് ദേവാലയത്തിനോട് ഏറ്റവും അടുത്തുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം ഇടവക പോലെ തന്നെ എനിക്ക് ബന്ധപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണ്. ഇവിടെ ഇരിക്കുന്ന പലതും എനിക്ക് എന്നും പരിചിതങ്ങളുമാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാനുള്ള അവസരമാണല്ലോ വാർഷികം. അച്ഛൻ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. ബന്ധങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിധത്തിൽ നോക്കിയാലും ഞാനും എൻ്റെ കുടുംബവും അത് കുറച്ചുകൂടി ചുരുങ്ങി ഒരു കൊച്ച് മൊബൈൽ ഫോണിലേക്ക് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരും വേണ്ട, അയൽവക്കക്കാർ വേണ്ട, വീട്ടുകാർ പോലും ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. ഒരു മൊബൈൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും, എത്ര സമയം വേണമെങ്കിലും, ഭക്ഷണമില്ലെങ്കിലും വെള്ളമില്ലെങ്കിലും വേറൊന്നുമില്ലെങ്കിലും പരിസരം പോലും മറന്ന് ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള സംഗമങ്ങൾ വളരെ അത്യാവശ്യം. നമ്മുടെ ജീവിതത്തിന്റെ പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ ഒക്കെ ജീവിതം കൃഷികളുമായി പരസ്പര ബന്ധത്തോടു കൂടിയും ഒക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷികളിലും നമ്മുടെ വീട് കെട്ടിമേയാനൊക്കെ ആണെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിരുന്നു. പിറകെട്ടൊക്കെ നമുക്ക് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു 10-30 വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കി കാണുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീടിന്റെ ഓല കെട്ടുന്ന ഒരു സമയം, പിറകെട്ട് എന്ന് പറയുന്ന ഒരു സമയം നമുക്ക് വീട്ടുകാരെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുവാൻ സാധിക്കുകയില്ല. അത് കൂലിക്കാരെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാറുമില്ല. മറിച്ച് നാട്ടുകാർ കൂടി ഒരു വലിയ ഉത്സവം പോലെ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. കപ്പ പാട്ടുന്ന സമയം നമുക്കൊക്കെ അറിയാം. എല്ലാവരും, ആരെയും നമ്മൾ കൂലിക്ക് വിളിക്കാറില്ല. എല്ലാവരും കൂടി വന്നു ചേർന്നിരുന്ന് കട്ടൻ കപ്പിയും കുടിച്ച് ആ കപ്പ ചുട്ട് നിന്നും പുഴുങ്ങിയും ഒക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചെയ്യിക്കൊണ്ടിരുന്ന കാലഘട്ടം, നെല്ല് പുഴുകുന്ന കാലഘട്ടം, ഇതൊക്കെ മാറി ഇന്ന് നമുക്ക് ആരുടെയും സഹായം വേണ്ടാത്ത ഒരു കാലഘട്ടം. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അറ്റ്ലീസ്റ്റ് ഒരു മരണ വീട്ടിൽ പോലും പോയിരുന്ന് 2 മിനിറ്റോ 10 മിനിറ്റോ ഇരിക്കുവാൻ നമുക്ക് ആർക്കും സമയമില്ലാത്ത ഒരു കാലഘട്ടം. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു? അപ്പനും അമ്മയും മക്കളുമായിട്ട് ചുരുങ്ങി ഞാൻ പറയുന്നത് പോലെ മൊബൈൽ ഫോണിൽ വന്നു നിൽക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമുക്കിന്ന് ആരെയും വേണ്ടാത്ത കാലഘട്ടത്തിലേക്ക് മാറി. അവിടെയാണ് ഇതുപോലുള്ള കൂടിച്ചേരലുകളും ആത്മീയ സംഘടനകളുടെയും ഒക്കെ സാന്നിധ്യവും അല്ലെങ്കിൽ പ്രാധാന്യം കൂടി വരുന്നത്. ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഒത്തിരി വൈകിയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇനി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നടക്കുവാനുമായിട്ടുണ്ട്. അതുകൊണ്ട് പ്രസംഗം പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട കാര്യമല്ല എന്നും എനിക്കറിയാം. ആർക്കും അതിന് സമയം, ഈ പറയുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്നവർക്കൊന്നും അധികം കേൾക്കാനുള്ള സമയമില്ല എന്നുള്ളതും സത്യമാണ്. ഇതൊന്നും താല്പര്യമില്ലാത്തൊരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ടെസ്റ്റ്